ഹായ്, വെൽക്കം ബാക്ക്. DSPയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ 4th മൊഡ്യൂളിൽ റിയലൈസേഷൻ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കണ്ടു. ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത് കാസ്കേഡ് ഫോം റിയലൈസേഷനാണ്. വേറൊരു ടൈപ്പ് ഓഫ് റിയലൈസേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ തരികയാണ് ചെയ്യുക. അത് നമുക്ക് ഇതുപോലെ 2 ടേമുകളായിട്ടാണ് തരിക. ഓക്കെ, സോ ഈ 2 ടേംസും കാസ്കേഡായിട്ട് റിയലൈസേഷനാണ് പറയുന്നത്. അതായത് നമ്മൾ ഡയറക്റ്റ് ഫോം ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് 2 ടേംസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച്, നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഔട്ട് എടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. സോ ഈ കാസ്കേഡ് ഫോം റിയലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്, എച്ച് ഓഫ് സെഡിൻ്റെ ഫോമിലാണ്. സോ നമുക്ക് 2 ടേംസുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എച്ച് ഓഫ് സെഡിനെ H1 ഓഫ് ഇസെഡും H2 ഓഫ് ഇസെഡും ആയിട്ട് മാറ്റുകയാണ്. അതായത് ഈ സെക്ഷനെ H1 ഓഫ് ഇസെഡും സെക്കൻഡ് സെക്ഷനെ H2 ഓഫ് ഇസെഡും ആയിട്ട് മാറ്റുകയാണ്. സോ H1 ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. സോ Y1 ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ X1 ഓഫ് ഇസെഡ്. സിമിലർലി H2 ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് Y2 ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ X2 ഓഫ് ഇസെഡ്. സോ നമുക്ക് ഈ എക്സിൻ്റെ ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് വൈൻ്റെ ടേമിലേക്ക് കിട്ടും അല്ലേ. സോ Y1 ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്ന് എന്ത് കിട്ടും, X1 ഓഫ് ഇസെഡ് ഇൻറ്റു 1 പ്ലസ് 2 Z റേസ് ടു -1 മൈനസ് Z റേസ് ടു -2 നമ്മുടെ ഫസ്റ്റ് ടേം. അത് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി സെക്കൻഡ് ടേം എടുക്കുകയാണെങ്കിലോ Y2 ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു ഈ എക്സ് ഇപ്പുറത്ത് വരും. സോ X2 ഓഫ് ഇസെഡ് ഇൻറ്റു നമ്മുടെ സെക്കൻഡ് ടേം, ഈ ടേമാണ് നമുക്കവിടെ വരിക. സോ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. സോ നമുക്ക് എന്ത് കിട്ടി, Y1 ഓഫ് ഇസെഡും കിട്ടി, Y2 ഓഫ് ഇസെഡും കിട്ടി. സോ ഇതിനെ രണ്ടിനെയും കാസ്കേഡ് ചെയ്ത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡയറക്റ്റ് ഫോമിൽ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് എന്താണ്, ഈ Y1 ഓഫ് ഇസെഡ് ആണ് കാണേണ്ടത്. സോ അതിൻ്റെ ഇൻപുട്ട് എന്താണ്, X1 ഓഫ് ഇസെഡ് ആണ് അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, X1 ഓഫ് ഇസെഡ് ഇങ്ങനെ വരയ്ക്കുന്നു. സോ X1 ഓഫ് ഇസെഡ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടേം എന്താണ്, 2 ഇൻറ്റു X ഓഫ് ഇസെഡ്. സോ ഇവിടെ X1 ഉണ്ട്, ഈ 1 വിട്ടുപോയതാണ്. സോ 2 ഇൻറ്റു X1 ഓഫ് ഇസെഡ് Z റേസ് ടു -1 ആണ് വരുന്നത്. സോ ഈ സെക്കൻഡ് ടേം നമ്മൾ എങ്ങനെ എടുക്കും, ഇവിടുന്ന് തന്നെ നമുക്കൊരു ആരോ ഇട്ടിട്ട് ഒരു ഷിഫ്റ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, X1 ഓഫ് ഇസെഡ് ഇൻറ്റു Z റേസ് ടു -1 കിട്ടി. സോ ഫസ്റ്റ് ഷിഫ്റ്റ് നമുക്കിവിടെ കിട്ടി. ഇവിടെ നമുക്ക് ഒരു Z റേസ് ടു -2 എന്ന് പറയുന്നൊരു ഷിഫ്റ്റും കൂടെ വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു Z റേസ് ടു -1 കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ഷിഫ്റ്റ് കിട്ടി, സെക്കൻഡ് ഷിഫ്റ്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കോഎഫിഷ്യൻസുകൾ ഇതിലേക്ക് കൊണ്ടുവരണം. ഇവിടെ നമുക്ക് +2 ആണ്, ഇവിടെ നമുക്ക് -1 ആണ്. സോ ഈ +2 നമ്മൾ ഇവിടെ നിന്ന് എടുക്കും, ഇവിടെ നിന്ന് എടുക്കും അല്ലേ. ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് വരുന്നത്. എന്നിട്ട് നമ്മളിവിടെ 2 എന്ന് കൊടുക്കും. അതേപോലെ അടുത്തതിൽ എന്താണ്, നമുക്കിവിടെ ഒരു -1 ആണ് കോഎഫിഷ്യൻറ്റ് വരുന്നത്. സോ ഇവിടുന്ന് നമ്മൾ ഔട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് Z റേസ് ടു -2 കിട്ടും. ഇനി നമ്മൾ -1 ഇവിടെ എങ്ങനെ കൊടുത്താലും മതി. അത് നമ്മളൊരു ആഡറിലേക്ക് തന്നെ കൊടുത്തു. സോ നമുക്ക് എന്ത് കിട്ടി, ഈ 2 സെക്ഷൻ കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ നമ്മുടെ X1 ഓഫ് ഇസെഡിനകത്തേക്ക് ആഡ് ചെയ്യണ്ടേ. സോ ഇവിടുന്ന് നമ്മൾ ഔട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അനദർ ആഡറിലേക്ക് കൊടുക്കുന്നു. നമ്മൾ ഈ X1 ഓഫ് ഇസെഡും എടുക്കുന്നു. നമുക്ക് ഔട്ട് എന്ത് കിട്ടി, Y1 ഓഫ് ഇസെഡ് കിട്ടി അല്ലേ. സോ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, സോ Y1 ഓഫ് ഇസെഡ് കിട്ടി. ഇനി നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എന്താ വരുന്നത്, ഒന്ന് ഇവിടെ ഷിഫ്റ്റ് ഒന്നും ഇല്ല, ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഇവിടെ 2 ഷിഫ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഇൻപുട്ട് X2 ഓഫ് ഇസെഡ് ആണ്. ഈ X2 ഓഫ് ഇസെഡ് നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ടും കൂടെ കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്യാണ്. സോ ഇവിടുന്ന് ഡയറക്റ്റ് ലൈൻ തന്നെയാണ് കൊടുക്കുന്നത് X2 ഓഫ് ഇസെഡ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, X2 ഓഫ് ഇസെഡിൽ Z റേസ് ടു -1 ആണ്. സോ ഒരു ഷിഫ്റ്റ് നമ്മൾ അവിടെ കൊടുക്കുന്നു. സെക്കൻഡ് ടേമിൽ അഗെയിൻ ദർ ഇസ് അനദർ ഷിഫ്റ്റ് ഈസ് ദർ, Z റേസ് ടു -2. സോ ഒരു ബ്ലോക്കും കൂടെ നമ്മളവിടെ കൊടുക്കുന്നു. സോ 2 ബ്ലോക്ക് നമുക്കവിടെ കിട്ടി. ഇനി നമുക്ക് എന്താണ്, ഈ ഇൻപുട്ടിൻ്റെ കൂടെ ഇവിടെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് +1 ആണ്, ഇവിടെ നമുക്ക് -1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് +1 നമ്മൾ എടുത്തിട്ട് ഒരു ആഡറിനകത്തേക്ക് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ആഡ് അല്ല വരുന്നത്. സോ ആഡ് കൊടുക്കുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് ടേമിൽ നമുക്ക് -1 ആണ് വരുന്നത് അല്ലേ. സോ ഇതിൻ്റെ ഔട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാം, -1 നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ 2 ടേമും കൂടെ ആഡിങ് ആണ് നടക്കുന്നത്. സോ വി ഹാവ് ഗിവൺ ആൻ ആഡർ. സോ ഇതിൻ്റെ ഔട്ട് എടുക്കുക,
ലെറ്റ്സ് ഗിവ് ആൻ അനദർ ആഡർ, നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. സോ ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ആക്ച്വലി എന്താണ് y2 ഓഫ് z ആണ് കിട്ടുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ നമ്മൾ കാസ്കേഡായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്, y ഓഫ് z ആണ്. സോ നമ്മളെ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് ഇത്രയും വരുന്നത്. അടുത്ത സെക്ഷനാണ് നമ്മളുടെ ഇത്രയും സെക്ഷൻ. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ കാസ്കേഡായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ്. സോ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഒരു ആരോ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇക്വേഷന് എത്ര കോമ്പണൻസ് ഉണ്ടോ അതിനെയൊക്കെ ഇതുപോലെ കാസ്കേഡായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ക്വസ്റ്റ്യനകത്ത് സപ്പോസ് മോർ ടേംസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതേപോലെ സെക്കൻഡ് ടേം നമ്മൾ അടുത്ത സെക്ഷനിൽ കാസ്കേഡായിട്ട് കൊടുത്തേനെ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കാസ്കേഡ് ഫോം റിയലൈസേഷൻ ഓഫ് FIR ഫിൽട്ടർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.